ഇന്ന് മുനമ്പം ഭൂസമരത്തിന്റെ 150 ദിവസം പിന്നിടുകയാണ്. ഈ 150 ദിവസം പിന്നിടുന്ന ഈ വേദിക്കൊരു പ്രത്യേകതയുണ്ട്. 150ഓളം കാരണവന്മാർ, വൃദ്ധജനങ്ങൾ, വയോധികർ ഈ പൊരുവെയിലത്ത് അവരുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് സഹനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. എന്തിനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ ഈ ചൂടത്ത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായത്? ഇതിന് കാരണക്കാരാരാണ്? ഈ ദൈന്യതയ്ക്ക് മുമ്പിൽ സർക്കാരിനോ മറ്റ് ഭരണാധികാരികൾക്കോ എന്തു മറുപടിയാണ് പറയാനുള്ളത്? മണ്ണിനോടും മലയോടും കടലിനോടും കരയോടും മല്ലടിച്ച് കഷ്ടപ്പെട്ട് തന്റെ രക്തം വിയർപ്പാക്കി നേടിയ ഒരു തുണ്ട് ഭൂമി ഇന്ന് വഖഫിന്റെ പേരിൽ അവർക്ക് അന്യമാവുകയാണ്. അവർ ചിന്തിക്കുന്നത്, ഇങ്ങനെയായാൽ ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ മക്കൾക്ക് എന്ത് സമാധാനമാണ് കൊടുക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഞങ്ങൾ മരണം വരെ ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായ ഈ ഭൂമി കേസിന് പോകാനോ കോടതി പോകാനുള്ള അധികാരമല്ല ഇവർക്ക് വേണ്ടത്. പകരം ഇവരുടെ മക്കൾക്ക് ലോൺ എടുത്ത് വിദേശത്ത് പോകാൻ, അല്ലെങ്കിൽ പഠിക്കാൻ, അല്ലെങ്കിൽ പെൺമക്കളെ പേരക്കിടാങ്ങളെയും കെട്ടിക്കാൻ ഇവർക്ക് അവകാശം കൊടുക്കുന്ന ഒരു നിയമം വരുമോ? കോടതിയിൽ പോകാൻ വേണ്ടി അമെൻമെന്റ് വന്നിട്ട് കാര്യമില്ല. പകരം അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഇവരുടെ നഷ്ടപ്പെട്ടു പോയ റവന്യൂ അധികാരം തിരിച്ചു കൊടുക്കുന്ന ഒരു അമെൻമെന്റ് ആണ് ഞങ്ങൾക്ക് ആവശ്യം. ഈ ആവശ്യത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് ഈ സമരമുഖത്ത് നിന്ന് വയോധികയായ അമ്മച്ചി. ഞാൻ മേഴ്സി ജോസഫ്, 75 വയസ്സ് പ്രായം. ഈ മണ്ണിൽ ജനിച്ച് ഇക്കാലം വരെയും ജീവിച്ച് 188 വയസ്സ് പ്രായമുള്ള ഈ മുനമ്പം മണ്ണ് ഇപ്പൊ വക്കപ്പിന് വേണമെന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളുടെ മരണം, ഞങ്ങളുടെ ചോര ഇവിടെ കിടന്ന് ചിന്തിയാലും ഞങ്ങൾ ഈ മണ്ണ് വിട്ടുകൊടുക്കൂല. ഞങ്ങളുടെ അപ്പൂപ്പന്മാരും അമ്മുമ്മമാരും ഒത്തിരി പേര് കടന്നു പോയിട്ടുള്ള മണ്ണാണിത്. ഇത് പിടിച്ചു പറിക്കാൻ വേണ്ടി ഏത് കടുവകൾ വന്നാലും ഞങ്ങളത് വിട്ടുകൊടുക്കൂല. കാരണം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു മകനുണ്ട്, അവനൊരു മകനുണ്ട്. അവന് ഈ ഭൂമിയിൽ മണ്ണിൽ ജീവിക്കണം. അതിനുവേണ്ടി എന്ത് പോരാട്ടത്തിനും എന്ത് സഹനത്തിനും ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിച്ചതാണ്. 1.5 വയസ്സുള്ള എനിക്കിപ്പോൾ 74 വയസ്സായി. ഞങ്ങൾ ഞങ്ങൾ ഈ കടലിൻ്റെ ഇടി കൊണ്ട് കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ ഞങ്ങളെ വളർത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങളും കെട്ടിച്ച് കഴിച്ചെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് പേരെടുത്ത് ജീവിക്കുകയാണ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ്. കടലിൻ്റെ ഇടി കൊണ്ട് കക്കവാരിയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്താനും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഞങ്ങൾ ഒറ്റക്ക് മിനിറ്റൊക്കെ പോയി പച്ചപ്പാതിരക്ക് ഒറ്റക്ക് പോയി കടലിലിറങ്ങി ഇതിൽ എൻ്റെ ഞങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ല. 5ാം ക്ലാസ് വരെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങൾ എൻ്റെ മക്കളെ പഠിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹത്തിന് നല്ലോണം കഷ്ടപ്പെട്ട് തിലുവാരിയും ഒറ്റക്ക് ആരും കൂട്ടില്ലെങ്കിലും ഒറ്റക്ക് പോയി ഞാൻ പച്ചപ്പാതിരക്ക് ഒറ്റക്ക് പോയി കടലിലിറങ്ങിയിട്ടുണ്ട്. തിലുവാരി നിൽക്കണമേത്ത് ഒരു വലിയ ചില്ലിത്തെങ്ങ് മലവെള്ളത്തിന് ചില്ലിത്തെങ്ങ് കൊണ്ടൊന്ന് എൻ്റെ പുറത്ത് വെച്ച് അന്നേരം ഞാൻ മരണം മുന്നിൽ കണ്ടതാണ്. എൻ്റെ മക്കൾക്ക് ആരുമില്ല മാതാവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പിന്നത്തെ കടലിന് ഈ കടൽ പിന്നെ തെങ്ങ് പൊക്കി മാറ്റി. അങ്ങനെ എഴഞ്ഞു വലിഞ്ഞു എൻ്റെ പുറമൊക്കെ പൊട്ടി. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി എടുത്ത എൻ്റെ താമസിക്കുന്ന ഞങ്ങളുടെ ഈ ഭവനം എൻ്റെ മക്കൾക്ക് അതിൽ കിടന്ന് ജീവിക്കണം. ഞങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് എനിക്ക് ഇനി അതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കടപ്പാടം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. മരണം വരെയും ഞങ്ങൾ സമരം ചെയ്യും. ഞാനിവിടെ ഇപ്പോൾ 4ാമത്തെ തവണയാണ് ഞാനിവിടെ ഈ മുനമ്പം സമരസമിതിയിൽ വന്നത്. 3 ദിവസങ്ങളിൽ ഞാനിവിടെ നിന്നുകൊണ്ട് സംസാരിച്ച ആളാണ്. അതിനിടയിൽ ഒരു അപകടം ഉണ്ടായതിനു ശേഷം എൻ്റെ എളിയിൽ വേദന ഉള്ളതുകൊണ്ടും എളിക്ക് ഒരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഞാൻ കാറിലതിൽ കഷ്ടപ്പെട്ടാണ് ഇതിനെ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഈ മുനമ്പം ജനതയുടെ കഷ്ടതയും കണ്ണീരിൻ്റെയും വില മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. മുനമ്പത്ത് നിന്നും ക്യാമറമാൻ സിയോൻ ജോസിനോടൊപ്പം ജാക്സൺ തോട്ടുങ്കൽ, ഷെക്കീന ന്യൂസ്.